Hello, welcome to CUT Tutorial, Kerala's #1 platform for CUT test taking. This is Gayatri Jaykumar. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺജങ്ഷൻസ്. സോ കൺജങ്ഷൻസ് എന്ന് പറയുമ്പം കണക്റ്റിംഗ് വേർഡ്സ് ആണ്. പല ടൈപ്പ് കൺജങ്ഷൻസ് ഉണ്ട്. There are coordinating conjunctions, subordinating conjunctions, correlative conjunctions. ഇതൊന്നും അല്ലാതെ നമുക്ക് കോഴ്സീവ് ഡിവൈസസ് എന്ന് തന്നെ പറഞ്ഞിട്ട് ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് അങ്ങനത്തെയൊക്കെ ഐഡിയാസും ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ വിച്ച് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ബെസ്റ്റ് കംപ്ലീറ്റ്സ് എ സെൻറ്റൻസ്? സോ ഇവിടെ സെൻറ്റൻസ് നോക്കാം. She didn't go to the party dash she was feeling unwell. സോ ഫസ്റ്റ് ഓഫ് ഓൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ക്ലോസ് കാണും. ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രാഗ്മെൻറ്റ് ഓഫ് എ സെൻറ്റൻസ് ആണ്, അതായത് ഒരു ഫുൾ മീനിങ് കിട്ടുന്ന ഒരു സെൻറ്റൻസ് ആണ്. സോ രണ്ട് ക്ലോസ് കാണും. ഈ രണ്ട് ക്ലോസിനെ കമ്പൈൻ ചെയ്യുന്നതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. പക്ഷേ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ്റെ പ്രത്യേകത, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ചിട്ട് നമ്മൾ രണ്ട് ക്ലോസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഒരെണ്ണം സബോർഡിനേറ്റ് ആയിട്ട് വരും, ഒരെണ്ണം ഡിപ്പെൻഡൻറ്റ് ക്ലോസ് സബോർഡിനേറ്റ് ആയിട്ട് വരും, ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് നിൽക്കും. സോ അതിൽ ഷി ഡിഡ്ന്റ് ഗോ ടു ദ പാർട്ടി ഡാഷ് ഷി വാസ് ഫീലിംഗ് അൺവെൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരെണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഇട്ട് കഴിയുമ്പോൾ, അതായത് ഷി വാസ് ഫീലിംഗ് അൺവെൽ ഷി ഡിഡ്ന്റ് ഗോ ടു ദ പാർട്ടി, നമുക്ക് രണ്ട് ക്ലോസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഷി ഡിഡ്ന്റ് ഗോ ടു ദ പാർട്ടി എന്നുള്ളത് മെയിനായിട്ടുള്ള ഐഡിയയാവും, മറ്റേതതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു ഐഡിയ ആയിട്ട് മാറും, മറ്റേ ഫ്രാഗ്മെൻറ്റ് ഓഫ് സെൻസർ, മറ്റേ ക്ലോസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബിക്കോസ്, ഇഫ്, ദോ, unless. So because, if, though, unless. 4 options. So here she didn't go to the party എന്നാണ്, പോയില്ല, she was feeling unwell. സോ ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺജങ്ഷൻ ഏതാണ്? സോ ഫസ്റ്റ് വൺ ബിക്കോസ്, നമ്മൾ കാരണം പറയാനല്ലേ, എന്തുകൊണ്ട് ഷി ഡിഡ്ന്റ് ഗോ ടു ദ പാർട്ടി ബിക്കോസ് ഷി വാസ് ഫീലിംഗ് അൺവെൽ. നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ഓക്കെ ഇതാണ് ആൻസർ. നമുക്ക് പക്ഷേ ബാക്കിയുള്ളതും കൂടെ പെട്ടെന്നൊന്ന് നോക്കാം. ഇഫിൻ്റെ മീനിങ് എന്താണ്? ഇഫ് ഒരു കണ്ടീഷണലാണ്. സോ ഇത് നമുക്ക് ഇഫ് വെച്ചിട്ട് ഈ സെൻറ്റൻസ് പറയാം, പക്ഷെ നമുക്ക് ഒരു സാധ്യത പറയുമ്പോഴാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത്. ഇഫ് ക്ലോസ് എന്ന് പറയും, അതായത് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ ഇഫ് ക്ലോസ്, സാധ്യത എപ്പോഴും വേണമെന്നില്ല കേട്ടോ, ഇഫ് ക്ലോസ് ചിലതൊക്കെ വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വരാറുണ്ട്. സോ ഇവിടെ ഇഫ് ഷി വാസ് അൺവെൽ ഷി വുഡൻറ്റ് കം ടു ദ പാർട്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഐഡിയ ഒക്കെ വരും നമ്മൾ ഇഫ് ഇടുകയാണെങ്കിൽ. അതായത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള കണ്ടീഷണലാണ് നമ്മൾ ഇഫ് വെച്ചിട്ട് പറയുന്നത്. തേർഡ് വൺ ദോ എന്ന് പറയുമ്പം തിരിച്ചു വരും മീനിങ്. അതായത് ദോ വരണമെങ്കിൽ ഈ സെൻറ്റൻസ് ഷീ വെൻറ്റ് ടു ദ പാർട്ടി ദോ ഷി വാസ് ഫീലിംഗ് അൺവെൽ എന്ന് പറയും. അതായത് വയ്യാതിരുന്നിട്ടും പാർട്ടിക്ക് പോയി എന്നുള്ളതാണ് അവിടെ ആ ഒരു മീനിങ് ദോ വരുമ്പോൾ. അൺലെസ് എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് അൺലെസ്. അതായത് ഷീ വിൽ ഗോ ടു ദ പാർട്ടി അൺലെസ് ഷീ ഈസ് ഫീലിംഗ് അൺവെൽ. അതായത് വയ്യെങ്കിൽ മാത്രമേ അവൾ പോകാതിരിക്കുള്ളൂ എന്നുള്ള മീനിങ് വരും, അല്ലെങ്കിൽ എന്നുള്ള മീനിങ് വരും അവിടെ. സോ അൺലെസ് എന്നുള്ള ഐഡിയ. സോ ഇവിടെ ഔട്ട് ഓഫ് ഓൾ ദ 4 ഓപ്ഷൻസ് ദ ബെസ്റ്റ് വൺ ഇസ് ദ ഫസ്റ്റ് വൺ, ബിക്കോസ്. കാരണം പറയാണ്, ഷി ഡിഡ്ന്റ് ഗോ ടു ദ പാർട്ടി ബിക്കോസ് ഷി വാസ് ഫീലിംഗ് unwell. So here your answer is A, because. So I hope this is clear to you. If at all any doubts, do drop them in the comments. We'll be happy to help. എന്തെങ്കിലും ഇങ്ങനെ കൺജങ്ഷൻസ് കാണുന്നത് ശ്രദ്ധിക്കുക, അതിൻ്റെ മീനിങ് ഡിഫറൻസസ് ഓൾവേസ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. Okay, so I hope this is clear. And like I said, if at all you have any doubts, please do drop them in the comments and we'll be happy to help. So bye and happy learning.